കണ്ണൂർ എന്ത് സംഭവിച്ചു? കണ്ണൂർ എന്തപ്പാ ഷോ കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ എതിർത്ത് എന്റെ പേരെന്താന്ന് ചോദിച്ചില്ലേ? അത് നീ പറഞ്ഞല്ലേ, അതങ്ങനെയല്ല. അത് പിന്നെ ചില ചലഞ്ചസ് വരും. ഇപ്പം ഇനിയത്തെ ഷോയിൽ ഒരെണ്ണുണ്ടായിരുന്നു, നല്ലൊരു മൊമെന്റ്. പക്ഷെ അന്ന് അവര് ചാലഞ്ച് ചെയ്ത് വെച്ചാല് സ്നേഹം കൊണ്ട് ചെയ്തായിരിക്കും തോന്നുന്നു. കാരണം അതിനുശേഷം ഷി വാസ് ലൈക്ക് ടോട്ടലി ഭയങ്കര സ്നേഹം കാര്യമാണ്. അത് അവര് എണീറ്റിട്ട് ചോദിച്ചു, എന്റെ പേര് പറയുമെന്ന് ചോദിച്ചു. അപ്പോ നമ്മള് പ്രിപ്പയർഡ് അല്ലല്ലോ, അങ്ങനെ ഒരു ഹീറോയിക് മൊമെന്റ് ഇങ്ങനെ നിൽക്കുക, എല്ലാവരും കത്തി നിൽക്കുമ്പോ കൊണ്ടുപോകാന്ന് തന്നെ ഇരിക്കുമ്പോ എന്റെ പേരാ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഓക്കെ പേര് പറഞ്ഞാൽ ഇപ്പൊ അത് ഇംപ്രസ്ഡ് ആവോ, എന്തെല്ലാം വിചാരിക്കാം. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ പേര് രജിസ്റ്റർ ഇങ്ങനെയെല്ലാം ആലോചിക്കുന്നവരുണ്ടാവും ചിലപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇംപ്രസീവ് ആണോ, ഒന്ന് എണീറ്റ്. അപ്പൊ അവരൊന്നു എന്റെ അച്ഛന്റെ പേര് പറയാം. ഞാൻ ഒന്നുമില്ല, തറവാട് പേരും അഡ്രസ്സും കൂടെ ഞാൻ പറയാം, അതിലെവിടെയാണ് എന്റർടൈൻമെന്റ്. അപ്പൊ പെട്ടെന്ന് പിന്നെ എനിക്ക് തോന്നി, അപ്പം എനിക്ക് മനസ്സിലായി ഇവർ അഗ്രസീവ് ആയിട്ടല്ല ചോദിക്കുന്നത്, അപ്പൊ സ്നേഹം കൊണ്ട് അത് മനസ്സിലാവും. മറ്റേ സ്റ്റിഫ്നെസ് ഇല്ല. അപ്പൊ പിന്നെ അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാവും. അവിടെ നമുക്കൊരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ജയിച്ചിട്ട് വിട്ടു പോകാൻ പറ്റില്ല. അറ്റ് എൻഡ് ഓഫ് ദി ഡേ യു ആർ എന്റർടൈനർ അല്ലേ, അവിടെ ഈഗോ ഒന്നും നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതൊരു മൊമെന്റ് ആക്കാൻ പറ്റുമോ. അപ്പൊ തോന്നിയൊരു ഗട്ട് ഫീലിംഗ് ആണ്, അവരുടെ ഒരു ഇമോഷണൽ ഹുക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അവരുടെ ഏജും ഇതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിക്ക് ഇടാൻ വെച്ചിരുന്ന പേരുണ്ടോ. അപ്പൊ അവർ പെട്ടെന്ന് അപ്പൊ തന്നെ കണ്ണ്, അപ്പൊ എനിക്ക് അത് ഒരു ഓക്കെ കോമൺ ഗസ്റ്റ് അല്ല, എന്നാലും ഞാനും ഇടാൻ വിചാരിച്ചിട്ട് ഇടാൻ പറ്റാതിരുന്ന പേര്. അപ്പൊ ഞാനത് പറഞ്ഞു. അപ്പൊ അത് വേറൊരു